പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ഉയർപ്പ് തിരുനാളിന് ശേഷം ഞാനൊരു കോൺവെൻറ്റ് ചെല്ലുമ്പോൾ ഒരു പഴയ മുമ്പ് പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇപ്പോൾ ദൈവവിളികളില്ലാത്തതും പ്രായമുള്ള സിസ്റ്റേഴ്സ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നതും അങ്ങനെ ഇനി ഭവനങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ആരുമില്ലാതെ അനാഥമായി പോകുമെന്നും തങ്ങളുടെ സന്യാസം മാത്രമല്ല സന്യാസം തന്നെ ലോകത്ത് തീരാൻ വേണ്ടി പോവുകയാണെന്നൊക്കെയുള്ള രീതിയിൽ തികച്ചും നിരാശപ്പെട്ട് അവർ സംസാരിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് എനിക്കറിയാവുന്ന ഈ അമ്മയൊക്കെ ഒത്തിരിയേറെ വിശുദ്ധി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും സന്യാസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവർ 100% പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ടാണ് കാണപ്പെട്ടത്. ഇതവർ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള പലരെയും, അത് പുരോഹിതരും അല്ലെങ്കിൽ പുരുഷ സന്യസ്തരും സ്ത്രീ സന്യസ്തരുമായ പലരും ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുള്ളവരും അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരുമാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ച സമയത്ത് പെട്ടെന്ന് ആത്മാവുള്ളിൽ തന്ന ശക്തമായ പ്രേരണയിൽ നിന്നാണ് സന്യാസത്തിന് തീർത്തും വിരൂപമായിട്ടില്ല, സന്യാസം നശിച്ചു പോകാൻ പോവുകയല്ല, സന്യാസം ഇപ്പോഴും സന്യസ്തർ മോശമായാലും സന്യസ്തരിൽ പലരും മോശമായാലും സന്യാസം ഇപ്പോഴും അതീവ സൗന്ദര്യമുള്ളതാണ്. സന്യസ്തർ പലരും നശിച്ചു പോയാലും സന്യാസം ഒരിക്കലും നശിച്ചു പോവുകയില്ല. ആദിമസഭയിൽ ആരംഭിച്ച് വിവിധ രൂപഭാവങ്ങളിലൂടെ കടന്നു വന്ന സന്യാസം യുഗാന്ത്യം വരെയും ഇപ്പോഴെന്നതിനേക്കാൾ കൂടുതൽ മെച്ചമായി വളർന്നുകൊണ്ട് സഭയിലുണ്ടായിരിക്കുമെന്ന് യുക്തിയുക്തമായി തെളിയിക്കുന്ന ഈ ഒരു പുസ്തകം എഴുതാൻ പരിശുദ്ധാത്മാവെന്നെ ഉപകരണമാക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം, സാധാരണ മറ്റ് പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ആ പുസ്തകം എഴുതാനുള്ള കണ്ടൻസ് എല്ലാം എൻ്റെ കൈവശമുണ്ടായിരിക്കും, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എല്ലാം എൻ്റെ കൈവശമുണ്ടായിരിക്കും, അല്ല ഒരുമിച്ച് ഞാൻ ചേർക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ പുസ്തകം എഴുതാനിരിക്കുമ്പോൾ ഏതാണ്ടൊരു 10 പേജിനുള്ള ആശയങ്ങൾ മാത്രമേ എൻ്റെ കൈവശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ 100-ലധികം പേജുകളുള്ള പുസ്തകമായി അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വളരെ വ്യക്തമാണ്, എനിക്ക് വളരെ ഉറപ്പാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതി പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ കോപ്പികൾ ധാരാളമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ വഴി ഈ പുസ്തകം ഇറങ്ങി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോൺഗ്രിഗേഷൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ആ പ്രൊവിൻസിലുള്ള സിസ്റ്റേഴ്സിന് വേണ്ടി ഒരു ധ്യാനത്തിന് വേണ്ടി ക്ഷണിക്കുകയും ഞാൻ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരു ധ്യാനം 6 ദിവസത്തെ ധ്യാനം നടത്തുകയും ചെയ്തു. ആ ധ്യാനം നടത്തിയ സമയത്ത് അവരുമായി ഈ വിഷയങ്ങൾ പങ്കുവച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമായി ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. ഇത് ഇപ്പോഴത്തെ സഭയ്ക്ക്, പ്രത്യേകിച്ച് നിലവിലുള്ള സന്യാസ സമൂഹങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്നെക്കൊണ്ട് എഴുതിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കുകയുണ്ടായി. ഈ പുസ്തകത്തിൽ സന്യാസിനിപ്പോൾ സംഭവിച്ചിരിക്കുന്ന 15 ജീർണതകളും ഈ ജീർണതകളെല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയും, അതെങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങളാണുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, സന്യസ്തരുമായി അനേകരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, സന്യാസത്തിൽ ഇപ്പോഴുള്ള ജീർണതകൾ എന്ത്, ആ ജീർണതകൾ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് അനേകർക്ക് അറിവില്ല. സന്യാസത്തിന് എന്തെല്ലാം ജീർണതകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 പോയിൻറ്റ്സ് ചിലപ്പോൾ അവർ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നാൽ 15ഓളം, ഇതിൽ കൂടുതലും ഉണ്ടാകാം, എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചത് 15ഓളം ജീർണതകളാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞ് തീർന്നു പോയ സമയത്ത് ആ വീട്ടുകാർ വിചാരിച്ചു അത് വായിക്കുന്ന നമ്മളും വിചാരിക്കുകയാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയതായിരുന്നു അവിടുത്തെ പ്രശ്നമെന്ന്. അല്ല, അവിടുത്തെ യഥാർത്ഥമായ പ്രശ്നം വീഞ്ഞ് തീർന്നു പോയി എന്നതിനേക്കാൾ ഉപരി തീർന്നു പോയ വീഞ്ഞ് വീണ്ടും ഉണ്ടാക്കാൻ കഴിവുള്ള ഈശോ അവിടെയുണ്ട് എന്ന് അവർക്ക് ശരിയായ അറിവില്ലാത്തതായിരുന്നു അവിടുത്തെ അടിസ്ഥാന പ്രശ്നം. എന്ന് പറഞ്ഞതുപോലെ സന്യാസത്തിലെ ജീർണതകളുടെ പല കാരണങ്ങളും പലതും സന്യസ്തർ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത്, അവർ ആ വിചാരിക്കുന്നതിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സന്യാസ ജീർണതയുടെ അടിസ്ഥാനമെന്ന് പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞ സന്യസ്തർക്ക് വേണ്ടിയുള്ള ആ ധ്യാന സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ വിസ്മയത്തോടു കൂടി തന്നെയാണ് സന്യസ്തർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതെന്നും ഞാൻ പ്രത്യേകമായി മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ
ഈ 15 ജീർണതയുടെ 15 കാരണങ്ങളാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ പോയിൻറ്റ്സ് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഈ പുസ്തകം വാങ്ങുക, വിശദീകരിച്ച് ഈ ജീർണത പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പുസ്തകം വെച്ചുകൊണ്ട് സന്യാസ ഭവനങ്ങളിൽ ഈ പുസ്തകം വെച്ചുകൊണ്ട് ഒരു ഏകദിന ശുശ്രൂഷ നമ്മൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിളിക്കുന്ന ഇടങ്ങളിലെത്തി, സന്യാസ ഭവനങ്ങളിലെത്തി ഈ പുസ്തകം വെച്ചുകൊണ്ട് പുസ്തകത്തിലെ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഏകദിന ശുശ്രൂഷ. അതും കൂടാതെ തന്നെ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ കൂടുതൽ വിശദമായ ഒരു ധ്യാനമായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നിടത്ത് 3 ദിവസത്തെ ഒരു ധ്യാനമായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ജീർണതയുടെ ആ 15 കാരണങ്ങൾ ഓരോന്നായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. സന്യാസിൽ വന്നു ഭവിച്ചിരിക്കുന്ന ജീർണതയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമായി ഈശോ കാണിച്ചു തന്നത് നിത്യജീവിത കാഴ്ചപ്പാട് ഇല്ലാതെ പോകുന്നു. ഈ ഭൂമിക്ക് ശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗനരകങ്ങളുണ്ട്. അതായത് മരണം, വിധി, സ്വർഗം, നരകം. ഈ മനുഷ്യൻ്റെ അന്ത്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ അനേകം സന്യസ്തർക്കുമില്ല. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ നിത്യജീവിത കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു സന്യസ്തർക്ക് ശരിക്കും ഒരു പഠനത്തിലെങ്കിലും അറിയാവുന്നതാണ്. സന്യസ്തരെ വിളിക്കാറുള്ളത് ഈശോയുടെ 2ാം വരവിൻ്റെ ആ സമയത്ത് ഒരുങ്ങി നിൽക്കേണ്ട മണവാട്ടിമാരുടെ സ്ഥാനത്താണ് സന്യസ്തരെ വെച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞിരിക്കുന്നത് അവരുടെ സന്യാസ വ്രതങ്ങൾ സ്വീകരിക്കുന്ന വേളയിൽ ഉള്ള പ്രാർത്ഥനയിലൊക്കെ ഈ സന്യസ്തരെ ഈ 10 കന്യകമാരോട് അല്ല 5 കന്യകമാരോട് ഉപമിക്കാറുണ്ട്. അതുപോലെ നിത്യജീവിതത്തിൻ്റെ അടയാളങ്ങളും സാക്ഷികളുമാണ് സന്യസ്തരെ കണ്ടു കഴിയുമ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയുള്ള ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ടെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവരുടെ ലാളിത്യമാർന്ന, ദാരിദ്ര്യമാർന്ന, അല്ലെങ്കിൽ ലോകം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിത കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് സഭയിലുള്ള മറ്റ് വിശ്വാസികളെ ലോകം മുഴുവനെയും കാണിച്ചു കൊടുക്കേണ്ട നിത്യജീവിതത്തിൻ്റെ സാക്ഷികളും അടയാളങ്ങളും ആകേണ്ടവരാണ് സന്യസ്തരെങ്കിലും അനേകർക്കും നിത്യജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യങ്ങളില്ല എന്നതാണ് സന്യാസ ജീവിതത്തിൻ്റെ ജീർണതയുടെ അടിസ്ഥാനപരമായൊരു കാരണമെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരികയുണ്ടായി. 2ാമത്തെ പ്രധാനപ്പെട്ടൊരു കാരണം, അത് എല്ലാവരും കേട്ടോ, സന്യസ്ത മാത്രമല്ല എല്ലാവരും ബോധ്യപ്പെട്ടിരിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടായി എന്നതുകൊണ്ട് നമ്മൾ നശിക്കുകയില്ല. മാരകമായ ഒരു പാപത്തിൽ നമ്മൾ വീണുപോയി എന്നതുകൊണ്ടും നമ്മൾ നശിക്കുകയില്ല. എന്നാൽ നമ്മൾ നശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ഇത്ര വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എനിക്കിനി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തന്നെ മോശക്കാരനായി കരുതിക്കൊണ്ട് ആ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നതൊരു വ്യക്തിയെ നശിപ്പിക്കും. ഒരാൾ വീഴുന്നത് കൊണ്ടല്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8:4-5 വചനങ്ങളിൽ ദൈവം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് വീണവൻ എഴുന്നേൽക്കുന്നില്ല, വഴിതെറ്റിയവൻ മടങ്ങി വരുന്നില്ല? കാരണം മനുഷ്യൻ വീഴുമെന്ന് ദൈവത്തിന് അറിയാം, മനുഷ്യന് വഴിതെറ്റും ദൈവത്തിന് അറിയാം. പക്ഷേ വഴിതെറ്റിയവൻ തിരിച്ചു വരാതിരിക്കുന്നു, വീണവൻ എഴുന്നേൽക്കാതിരിക്കുന്നു. അത് നാശമാണ്. വീഴുന്നതല്ല നാശം, വീണിട്ട് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് നാശം. എന്നിട്ട് തന്നെ തങ്ങളെക്കുറിച്ച് തന്നെ മോശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, എല്ലാം തീർന്നു. മനഃശാസ്ത്രപരമായി ഒരു വ്യക്തിക്ക് നശിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തന്നെക്കുറിച്ച് മോശമായി ചിന്തിച്ചു തുടങ്ങുന്നതാണ്. ഞാൻ തുടക്ക സമയത്ത് പറഞ്ഞു, ഇന്ന് സന്യസ്തയിൽ കാണപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ പ്രശ്നം അവർക്ക് തങ്ങളെക്കുറിച്ച് യാതൊരു പ്രത്യാശയില്ല. തൻ്റെ വ്യക്തിജീവിതം നശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങി. തങ്ങളായിരിക്കുന്ന സന്യാസഭ നശിക്കുമെന്ന് ചിന്തിച്ച് ഇതാ ലോകത്ത് സന്യാസം തന്നെ ഇല്ലാതായി പോകാൻ പോകുന്ന രീതിയിൽ തികച്ചും നിരാശ ബാധിച്ചൊരവസ്ഥ അവിടേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, ഇല്ലായ്മയിൽ നിന്ന് സന്യാസത്തെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന് ജീർണത പ്രാപിച്ച ശോഷണമെന്ന സന്യാസത്തെ വീണ്ടും പുനരുദ്ധരിക്കുവാൻ സാധിക്കുകയില്ലേ? ഇല്ലായ്മയിൽ നിന്ന് സന്യാസത്തെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന് ജീർണത പ്രാപിച്ച സന്യാസത്തെ അതിൽ നിന്ന് പുനരുദ്ധരിക്കാൻ സാധിക്കുകയില്ലേ? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ഇപ്പോൾ സന്യാസത്തിൽ ജീർണതകളുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന അതേ രീതിയിൽ പരിഹാരമുണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം അത് ആത്യന്തികമായി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ അവിടുത്തെ സമയത്ത് അവിടുന്ന് പറയുന്ന രീതിയിൽ ഒരുപക്ഷെ അവർ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ കൂടി ആയിരിക്കാം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. വേണമെങ്കിൽ നസ്രത്തിൽ നിന്ന് പോലും നന്മയുണ്ടാകാം.
അതുകൊണ്ട് നമ്മൾ കടുപിടുത്തം പിടിക്കാതെ നമ്മൾ പ്രത്യാശയിലായിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഈ സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ സന്യാസം എന്നുള്ള ഈ ഒരു സംവിധാനത്തെ പരിശുദ്ധാത്മാവിന് തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രത്യാശയില്ലായ്മ, തങ്ങളെക്കുറിച്ച് തന്നെ മോശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സന്യാസത്തെ കൂടുതൽ കൂടുതൽ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അയോഗ്യതയോടുകൂടിയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം. അയോഗ്യതയോടെ അതായത് ഒരുക്കമില്ലാതെ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു കാര്യം, അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളത് വിശുദ്ധിയില്ലാതെ ചിലപ്പോഴൊക്കെ മാരകഭാവം ചെയ്തിട്ട് പോലും കുർബാന സ്വീകരിക്കൽ. ഞാൻ ചിലപ്പോഴൊക്കെ ധ്യാനത്തിൽ പറയാറുള്ള കാര്യമാണ്. ഒരു ഇടവകയിൽ 10-30 വർഷമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടി തീക്ഷ്ണമായ ആത്മീയജീവൻ നയിക്കുന്നുവെന്ന് എല്ലാവരും വിചാരിക്കുന്നൊരു മനുഷ്യൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും, മുന്നിൽ നിൽക്കും, കൈകൂപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും. ഇയാൾ ഏതെങ്കിലും ദിവസം ഒരു മാരകഭാവം ചെയ്യുന്ന വിചാരിക്കുക, കുമ്പസാരിക്കാനും പറ്റിയില്ല. ഇയാൾ പിറ്റേ ദിവസം കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കുർബാന സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച ഇയാൾ എന്തോ മാരകമായ പാപം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ തന്നെക്കുറിച്ച് മോശം വിചാരിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഇയാൾ പോയി കുർബാന സ്വീകരിക്കും. നമ്മളെ ഇടവകയിലുള്ള സിസ്റ്റേഴ്സ് പള്ളി വരുന്ന സമയത്ത് അവർ ഏതെങ്കിലും ദിവസം കുർബാന സ്വീകരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് വിചാരിക്കും? ഇടവക്കാരെന്ത് വിചാരിക്കും? ഈ മറ്റ് സിസ്റ്റേഴ്സ് കുർബാന സ്വീകരിച്ചു, ഈ സിസ്റ്റർ എന്തോ മാർഗഭാവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മാർഗഭാവത്തിൽ കുർബാന സ്വീകരിക്കും. ഒരു സന്യാസ സമൂഹത്തിലുള്ള മറ്റ് സിസ്റ്റേഴ്സ് എല്ലാം കുർബാന സ്വീകരിക്കുന്നു, ഒരു സിസ്റ്റർ മാത്രം കുർബാന സ്വീകരിക്കാതിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെല്ലാം വിചാരിക്കുകയല്ലേ ഭയങ്കര മാർഗമായ പാവം ചെയ്യുന്നുള്ളത്. പിന്നെ എന്താണ്? നാണക്കേട് ഒഴിവാക്കാനുള്ള വഴി മാർഗഭാവത്തിൽ കുർബാന സ്വീകരിക്കുക. വൈദികർക്ക് സംഭവിക്കുന്ന കാര്യമാണിത്. കാരണം വൈദികർ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നു. കുർബാന അർപ്പിക്കുന്നതിനിടയിൽ അവർ കുർബാന സ്വീകരിക്കുന്നു. മാർഗഭാവം ചെയ്തിട്ടാണെങ്കിലും അവർ കുർബാന അർപ്പിക്കുമ്പോൾ ഈശോയെ സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മാരകഭാവത്തിൽ കുർബാന സ്വീകരിക്കുകയാണ്. സഭയൊന്നാകെ ജീർണിക്കുന്നതിന്, പ്രത്യേകിച്ച് സന്യാസസഭ ജീർണിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാരണം അയോഗ്യതയോടു കൂടിയുള്ള പരിശുദ്ധ കുർബാന സ്വീകരണങ്ങളാണ്. ഇത് വളരെ ഗുരുതരമായിട്ട് വീട്ടിൽ തന്നെ പള്ളിയുള്ള അൽമാർക്കൊക്കെയാണ് ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നടന്നോ അല്ലെങ്കിൽ ഓടി ബുദ്ധിമുട്ടി വേർത്ത് കുളിച്ച് വേണം ഒന്ന് കുർബാനയ്ക്ക് വരാൻ. ദീപികാരനെ യേശുവിനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ പല പണികൾ ഒതുക്കിയിട്ട് ഓടി വരണം. എന്നാൽ സന്യസ്തർക്ക് വീട്ടിൽ പള്ളി ഉള്ളതുകൊണ്ട്, സ്വർഗത്തിലെ ദൈവം വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഓടി എത്തി നോക്കിയാൽ മതി. അത്രമാത്രം സൗകര്യങ്ങളുള്ള ഒരവസ്ഥയിൽ, ഇത്രമാത്രം പ്രത്യേകം അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ അനുഗ്രഹത്തെ തികച്ചും വ്യർത്ഥമാക്കിക്കൊണ്ട് കൂടുതൽ നൽകിയവനോട് കൂടുതൽ ചോദിക്കുമെന്നുള്ള ഈശോയുടെ വചനം ശരിക്കും മനസ്സിലാക്കാതെ, പരിശുദ്ധ കുർബാനയെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതെ, ആദരിക്കാതെ, മാർഗഭാവത്തിൽ പോലും കുർബാന സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴ്ന്നുകൊണ്ട് സന്യാസത്തിൻ്റെ തന്നെ ജീർണതയ്ക്ക് വലിയൊരു കാരണമായി തീരുകയാണ്. സന്യാസ ജീർണതയ്ക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധ ത്രിത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതുപോലെ ആ മൂന്ന് പേര് ഏകദൈവം, 3 വ്യക്തികൾ എന്നതുപോലെയാണ് സന്യാസത്തിലെ 3 വ്രതങ്ങൾ എന്ന് പറയാം. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങളെന്ന് പറയാം. പരിശുദ്ധ ത്രിത്വത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയില്ലെങ്കിൽ മറ്റ് 2 വ്യക്തികളുമില്ല, പരിശുദ്ധ ത്രിത്വം തന്നെ ഇല്ല. അതുപോലെ സന്യാസത്തിലെ 3 വ്രതങ്ങളും ഇതുപോലെ ഇതിൻ്റെ ഒരു പ്രതീകമാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു വ്രതമില്ലെങ്കിൽ മറ്റ് 2 വ്രതങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. 3 വ്രതങ്ങളിൽ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ദൃശ്യമാകുന്നതും സന്യസ്തർക്ക് തന്നെ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമുള്ളതുമായ വ്രതമാണ് ദാരിദ്ര്യവ്രതം. അപ്പോൾ ദാരിദ്ര്യവ്രതം ഇല്ല എന്ന് കാണുന്നിടത്ത് മറ്റ് 2 വ്രതങ്ങളും ഇല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ സന്യാസ ജീവിതത്തെ ഈ 3 വ്രതങ്ങളുടെ പാലനത്തിലൂടെ സ്നേഹവ്രതം എന്ന വ്രതത്തിലെത്തിക്കാനുള്ള ഒരുപക്ഷെ ഒരു പ്രഥമ സ്റ്റെപ്പായ ദാരിദ്ര്യവ്രതം, സന്യാസത്തെ സംബന്ധിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിത്യജീവിതത്തിൻ്റെ അടയാളങ്ങളാണ് ഈ സന്യസ്തർ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ഭൂമിയിലെ കാര്യങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് അത് വെളിവാക്കി കാണിക്കേണ്ടത്. എന്നാൽ സന്യാസത്തിൽ കാണപ്പെടുന്ന സമ്പന്നത,
സുഖലോലുപത സന്യാസ ജീർണതയ്ക്കുള്ള ഒരു അടിസ്ഥാനപരമായ കാരണമായി നിലകൊള്ളുകയാണ്. ഈശോ ഇന്ന് വന്നാൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള വചനം സന്യസ്തർക്ക് കൂടി സന്യാസഭകൾക്ക് കൂടി പ്രസക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സന്യാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പന്നത അല്ലെങ്കിൽ ദാരിദ്ര്യ അരൂപിയില്ലായ്മ സന്യാസ ജീർണതയ്ക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സന്യാസത്തിലെ ജീർണതയ്ക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അത് അപ്ഡേഷൻ ഇല്ലായ്മയാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത്: കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തോടൊപ്പം ദൈവിക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭയും സദാ പുരോഗമിക്കുന്നു. ദൈവവചനങ്ങളുടെ സമ്പൂർണ്ണമായ തികവ് അവളിലെത്തുവോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യ ശരീരം പടിപടിയായിട്ട് വളർന്ന് പൂർണ്ണത പ്രാപിക്കുന്നത് പോലെ കത്തോലിക്കാ സഭയും ആദിമസഭയിൽ നിന്ന് പടിപടിയായി വളർന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വളരുന്നതനുസരിച്ച് രൂപഭേദങ്ങൾ മാറി വരും. ചെറുപ്പകാലത്ത് നമ്മൾ ഒരാളെ കാണുന്നു, വളർന്നു കഴിയുമ്പോൾ അതേ വ്യക്തി തന്നെയാണെങ്കിലും വളർച്ചയ്ക്കനുസൃതമായ രീതിയിൽ മാറ്റങ്ങൾ ദൃശ്യമായി വരും. ഇപ്പോൾ സന്യാസം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ സജീവമായൊരു അവയവമാണ്. സഭ ഇങ്ങനെ വളർന്ന് വികാസം പ്രാപിക്കുന്നത് പോലെ സന്യാസവും കാലത്തിനനുസൃതമായി വളർന്ന് വികാസം പ്രാപിക്കേണ്ടതാണ്. കാലഘട്ടം മുന്നോട്ട് പോകും തോറും സന്യാസത്തിന് കാലാനുസൃതമായ മാറ്റങ്ങൾ, രൂപഭേദങ്ങൾ, വളർച്ചയുടെ അടയാളങ്ങൾ കാണുന്നില്ല എന്നത്, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നത് സന്യാസ ജീർണതയുടെ പ്രധാനപ്പെട്ട കാരണമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഉദാഹരണം പറയാറുള്ളത്, ഒരു വാഴ കൊണ്ട് നട്ടുവച്ചിട്ട് 6-7 മാസം കഴിഞ്ഞിട്ടും നട്ടുവച്ചതിനേക്കാൾ കാര്യമായി വാഴ വളർന്നിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? വാഴ ജീർണിച്ചു പോയി, വാഴ നശിച്ചു പോയി. പക്ഷെ നശിച്ചു പോയിട്ട് അവിടെ നിൽപ്പുണ്ട്, വാഴ ചീഞ്ഞു പോയില്ലവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നാശം എന്ന് പറയുന്നത്, ജീർണ എന്ന് പറയുന്നത് പുറകോട്ട് പോകുന്നത് മാത്രമല്ല, ക്രമാനുഗതമായി മുന്നോട്ട് പോകാതിരിക്കുന്നതും കൂടിയാണ്. സന്യാസത്തെ സംബന്ധിച്ച് വളരെ പ്രാർത്ഥനാപൂർവ്വം അവർ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, കാലാനുസൃതമായ രീതിയിൽ ഏത് രീതിയിലാണ് സന്യാസം പിന്നെ മുന്നോട്ട് പോകേണ്ടത്, വളർച്ച ഏതെല്ലാം മേഖലയിലാണ് സംഭവിക്കേണ്ടത്. അത് തിരുസഭയിൽ സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും കൂടി ഓരോ സന്യാസ സമൂഹവും കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഈ കാലാനുസൃതമായ വളർച്ചയില്ലായ്മ സന്യാസ ജീർണതയുടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഡിക്രിയിൽ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അടുത്തൊരു കാര്യം, സന്യാസ ജീർണതയുടെ അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം വീത്ത കോൺസക്രേത്ത അല്ലെങ്കിൽ സമർപ്പിത ജീവിതം എന്നുള്ള രേഖയിൽ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ 45ാമത്തെ ഖണ്ഡികയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ്. സഭയോടുള്ള സ്നേഹമില്ലായ്മയാണ്. സഭയെക്കുറിച്ചും സഭയുടെ സത്യപ്രബോധനങ്ങളെക്കുറിച്ചുമുള്ള സന്യസ്തരുടെ അറിവില്ലായ്മയാണ്. സന്യസ്തരെ വെറുതെ ഒന്ന് ആത്മശോധന ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശദമായി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. അവർ തന്നെ ആത്മശോധന ചെയ്യട്ടെ. തങ്ങളുടെ സന്യാസ സഭയെക്കുറിച്ചാണോ പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ചാണ് അവർക്ക് കാര്യമായിട്ട് അറിയാവുന്നത്? ധ്യാനങ്ങൾ നടത്തുന്ന വേളയിൽ സന്യസ്തരെല്ലാം എന്നോട് തുറന്ന് സംസാരിച്ചുള്ള കാര്യമാണ്, കത്തോലിക്കാ സഭയുടെ മതബോധനങ്ങൾ അവർ വായിച്ചിട്ടില്ല. സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലതും അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം സഭയെക്കുറിച്ചും സഭാപ്രബോധനങ്ങളെക്കുറിച്ചുള്ള പഠനം അത് സന്യാസ ജീവിതത്തിൽ അത്യാവശ്യമാണ്. വാസ്തവത്തിൽ സന്യാസം നിലകൊള്ളുന്നത് തന്നെ സഭയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള വലിയ ബോധ്യം പലപ്പോഴും എത്തുന്നില്ല. വിശുദ്ധ കൊച്ചുരേസ്യ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. തിരുസഭയുടെ ഹൃദയത്തിൽ ഞാനൊരു സ്നേഹമായിരിക്കും, അല്ലാതെ കർമ്മലീത്ത സഭ എന്ന സന്യാസഭയുടെ ഹൃദയത്തിൽ നിന്നല്ല പറഞ്ഞത്. അപ്പോൾ ഏത് സന്യാസഭയിലായിരുന്നാലും ആ സന്യാസഭയുള്ളവർ മനസ്സിലാക്കണം, പരിശുദ്ധ കത്തോലിക്കാ സഭയാകുന്ന സിക്കുമൂർ മരത്തിൻ്റെ ഒരു ശിഖരമാണ് താനിരിക്കുന്ന ഈ സന്യാസമൂഹമാകുന്ന ഈ കൊമ്പെന്നുള്ളത്. കത്തോലിക്കാ സഭയാകുന്ന വൃക്ഷത്തിൻ്റെ ഒരു ശിഖരമാണ് ഓരോ സന്യാസ സമൂഹവും. അതുകൊണ്ട് ശിഖരത്തിൽ ഇരിക്കുന്നു എന്നല്ല, വൃക്ഷത്തിലിരിക്കുന്നു. താൻ തിരുസഭയിലാണ്. തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ശുശ്രൂഷ എല്ലാ സംഭാവനകളും തിരുസഭയ്ക്ക് വേണ്ടിയാണ് നൽകേണ്ടത് എന്നുള്ള വലിയ ബോധ്യമുണ്ടാകണം. ആത്യന്തികമായി തിരുസഭയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തിരുസഭാ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും സന്യാസ ജീവിതത്തെ വളരെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അത് ജീർണതയുടെ
വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ കാര്യം തന്നെയാണ്. 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതായത് സന്യാസ സമൂഹത്തിൽ തങ്ങളായിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തങ്ങളുടെ വിശുദ്ധ ജീവിതമാണ് എന്നിരിക്കെ അതിൻ്റെ നേരെ മറുവശമാണ്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ് വിശുദ്ധ ജീവിതവും ആത്മരക്ഷാ പ്രവർത്തനവും. സന്യാസ സമൂഹത്തിനായിരിക്കുകയും അതേ സമയത്ത് മറ്റുള്ള ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഭാരമില്ലാതിരിക്കുകയും ചെയ്യുക. ആത്മരക്ഷാ പ്രവർത്തനങ്ങളിൽ മുഴുകാതിരിക്കുക എന്നത് സന്യാസത്തെ ജീർണതപ്പെടുത്തുന്ന അടിസ്ഥാനപരമായൊരു കാരണമാണ്. ഒരു സംശയക്കരുത്തില്ല. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുടുംബവും മറ്റെല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി സന്യാസ സമൂഹത്തിലെത്തിയിരിക്കുന്ന സന്യസ്തരിൽ ഒരു 4-1 പേരെങ്കിലും തീ പിടിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടന്നിരുന്നുവെങ്കിൽ ഈ ലോകം എത്രയോ അധികമായി ഈശോയെ അറിയുമായിരുന്നു. അപ്പോൾ ഈശോയെ അറിയിക്കാനുള്ള, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനുള്ള ആത്മഭാരമില്ലായ്മ, ആത്മരക്ഷാ പ്രവർത്തനത്തിൽ മുഴുകാതിരിക്കുക സന്യാസഭകളുടെ ജീർണതയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. സന്യസ്തരിൽ ചിലരെങ്കിലും തങ്ങളുടെ ദുർമാതൃക തെറ്റായ ജീവിതശൈലി കൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ വരാതിരിക്കത്തക്ക രീതിയിൽ ഒരു മറ സൃഷ്ടിക്കുന്നു എന്നിരിക്കെ വാക്കുകൾ കൊണ്ടും തങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും പരിചയമുള്ളവരെയും ഒക്കെ സന്യാസത്തിലേക്ക് കൊണ്ടുവരാതെ മാറ്റി നിർത്തക്ക രീതിയിലുള്ള സംസാരം കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് സന്യാസ ദൈവവിളികൾ കുറയ്ക്കുന്നതിൻ്റെ, സന്യാസത്തിലേക്ക് നല്ല വിളികൾ വന്ന് അതിനെ വളർത്താതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നിലകൊള്ളുകയാണ്. ഇതും സന്യാസ ജീർണതയുടെ ഒരു കാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സന്യാസഭയിൽ തന്നെ ചില വ്യക്തികളെ സന്യാസഭകളുടെ നവീകരണത്തിന് വേണ്ടി ദൈവ ഉപകരണങ്ങളാക്കും. ചിലപ്പോൾ അവരുടെ സംസാരത്തിലൂടെ, നിലപാടുകളിലൂടെ അവർ ദൈവത്തിന് പറയാനുള്ളത് അവർ തങ്ങളുടെ അധികാരികളൊക്കെ അറിയിക്കും. അപ്പോൾ ഒരു പ്രവാചക ദൗത്യത്തോടു കൂടി വരുന്ന, നല്ല തീക്ഷ്ണമായിട്ട് ജീവിക്കുകയും ഇപ്രകാരം സന്യാസഭയുടെയും ഒക്കെ തങ്ങളുടെ സഭയുടെയും ഒക്കെ നവീകരണത്തിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ചില സന്യസ്തരെ ആ സമൂഹങ്ങളിലുള്ളവർ തന്നെ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ഒറ്റപ്പെടുത്തുകയോ അവരുടെ വാക്കുകളെ തള്ളിക്കളയുകയോ ചെയ്യുന്നത് ദൈവം ആ സഭയെ നവീകരിക്കാൻ വേണ്ടി വിടുന്ന ചിലരെ തന്നെ ഒഴിവാക്കുന്നതുകൊണ്ട് ആ സഭയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ്. അതായത് പ്രവാചകരെ കൊന്നുകളയുന്നു. വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് രാജാവ് ഗൗരവമേറിയ പാപങ്ങൾ ചെയ്തു. നാഥാൻ പ്രവാചകനെ ദൈവം അയക്കുകയാണ്. നാഥാൻ വന്ന് ചില സൂചനകൾ, ചില പ്രവചനങ്ങൾ നടത്തുന്നു, ചില ശാസനകൾ കൊടുക്കുന്നു. ആ സമയത്ത് താൻ രാജാവാണ് എന്നതുകൊണ്ട് ദാവീദിന് വേണമെങ്കിൽ നാഥാൻ്റെ തല വെട്ടാമായിരുന്നു. പക്ഷേ എളിമയോടുകൂടി താൻ നാഥാനേക്കാൾ ഉയർന്നവനാണെന്നുള്ള ചിന്തയൊക്കെ വെടിഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുത്ത് എളിമയോടുകൂടി അവിടെ ദാവീദ് അനുദപിക്കുകയാണ്. ഇതുപോലെ സന്യാസഭകൾ നവീകരണത്തിന് വേണ്ടി ദൈവം അയക്കുന്ന, ഒരുപക്ഷെ സഭയ്ക്ക് പുറത്തുനിന്നും ആകാം, സന്യാസഭകൾ പുറത്തുനിന്നും ആകണം, ചിലപ്പോൾ വേണമെങ്കിൽ അൽമായര് പോലും ആകാം. അങ്ങനെ ദൈവം സംസാരിക്കുന്ന, സന്യാസഭകൾക്ക് വേണ്ടി നവീകരണത്തിന് വേണ്ടി ദൈവം സംസാരിക്കുന്ന അങ്ങനെയുള്ള വഴികളെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ അവഗണിച്ച് കളയുന്നതും സന്യാസ വളർച്ചയ്ക്കുള്ള തടസ്സമായിട്ട് മാറുന്നു. സന്യാസ ജീർണത വർദ്ധിക്കുവാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സന്യസ്തർ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ അപ്പനെയും അമ്മയെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങനെ മാനുഷികമായി തങ്ങൾക്ക് ആവശ്യമുള്ള പല സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തെ പോലെ, ജീവശ്വാസം പോലെ മനുഷ്യന് ആവശ്യമുള്ള ഒന്നാണ് സ്നേഹബന്ധങ്ങൾ. അപ്പോൾ സന്യാസത്തിലേക്ക് വരുന്ന വ്യക്തികൾ തങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് സന്യാസത്തിലേക്ക് വരുന്നത്. അവർക്ക് അവിടെ നഷ്ടപ്പെട്ട ആ സ്നേഹബന്ധങ്ങളെല്ലാം അവർക്ക് അതിനേക്കാൾ മെച്ചമായി കൂടുതൽ പൂർണ്ണതയിൽ ലഭിക്കേണ്ട ഇടമാണ് കമ്മ്യൂണിറ്റി ജീവിതം, സന്യസ്തരുടെ കൂട്ടായ്മ ജീവിതം. തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഉപേക്ഷിച്ച് പോയ, വേണ്ടെന്ന് വെച്ച സ്നേഹബന്ധങ്ങളൊക്കെ അതിനേക്കാൾ പൂർണ്ണമായി അവർക്ക് ലഭിക്കേണ്ട ഇടമാണ് സന്യസ്തരുടെ ആ സമൂഹ ജീവിതം. എന്നാൽ സമൂഹ ജീവിതത്തിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ, സ്നേഹം കിട്ടുന്നതിൽ മാത്രമല്ല അവഗണനയും ഒറ്റപ്പെടുത്തലും സംഭവിക്കുമ്പോൾ സന്യാസ ജീവിതങ്ങൾ ദുരിതപൂർണമാകുന്നു. അവരുടെ ജീവിതം ജീർണത പ്രാപിച്ചതാകുന്നു. അവർ താമസിക്കുന്ന ഇടങ്ങൾ പിന്നീട് കൂടുതൽ ജീർണതയിലേക്ക് കടന്നു പോകുന്നു. മറുവശവുമുണ്ട്. സ്നേഹം കൊടുക്കുകയും മേടിക്കുകയും ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ത്രിത്വത്തെപ്പോലെ
ആ ത്രിത്വത്തിൻ്റെ സ്നേഹജീവിതം പരിശീലിക്കുകയാണ് കമ്മ്യൂണിറ്റി ജീവിതം. പരിശുദ്ധ ത്രിത്വം ചെയ്യുന്നത് സ്നേഹം കൊടുക്കുന്നു, മേടിക്കുന്നു. സന്യാസമൂഹം സംഭവിക്കേണ്ടത് സ്നേഹം കൊടുക്കുകയും മേടിക്കുകയുമാണ്. സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, സ്നേഹം മേടിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നതിൽ കൂടിയാണ് ഒരു വ്യക്തി വളരുന്നത്. അങ്ങനെ കമ്മ്യൂണിറ്റി ജീവിതത്തിൽ സ്നേഹം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സന്യാസ സമൂഹത്തിൽ അകത്തുള്ള സ്നേഹമില്ലായ്മ, പരസ്പരമുള്ള അവഗണന, ഒറ്റപ്പെടുത്തൽ, വെറുപ്പ്, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമില്ലായ്മ. സന്യാസ സമൂഹത്തിലുള്ള സ്നേഹമില്ലായ്മ സന്യാസ സമൂഹങ്ങൾ ജീർണത പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാരണമാണ്. വേറൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഒരു സിസ്റ്റർ തന്നെ എന്നോട് പങ്കുവച്ചതാണ്. ഞാനിങ്ങനെ പൊതുവായിട്ട് ചോദിച്ചു, സന്യാസ ജീർണതയിലെ കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗം. ഫ്രാൻസിസ് പുണ്യവാളനും അല്ലെങ്കിൽ നമ്മുടെ മുൻകാല വിശുദ്ധരൊക്കെ ഒത്തിരി രക്ഷപ്പെട്ടതിൻ്റെ കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാവങ്ങളിലൊന്നും പുറകെ നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം പറഞ്ഞതെല്ലാം കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്, പക്ഷെ അത്ര എളുപ്പമല്ല. അതുപോലെ ഒരു ആത്മീയ പക്വത ഉള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പക്വതയോടെ ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തക്ക കാരണം അത്യാവശ്യമില്ല എങ്കിൽ സന്യസ്തർ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക തന്നെയാണ് നല്ലത്. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, പുസ്തകത്തിൽ അതേക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അനിയന്ത്രിതമായ ഉപയോഗം ഈ കാലഘട്ടത്തിൽ സന്യസ്തരെ ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്നുണ്ട്. ഒരു സിസ്റ്റർ, ചെറുപ്പക്കാര സിസ്റ്ററിനോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ഫോണൊക്കെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഇനി ഈശോയെ സ്നേഹിക്കണമെന്നും വളരണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പല ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സ്നേഹബന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സാധനം കയ്യിലിരിക്കുകയാണല്ലോ. അപ്പോൾ കയ്യിൽ ബോംബാണ്, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണ്, നമ്മുടെ കയ്യിലുള്ള മറ്റ് സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങളൊക്കെ ഒരു ബോംബാണ്. എന്തിനുള്ള ബോംബ്? നമ്മുടെ വ്യക്തിജീവിതത്തെ, നമ്മുടെ സന്യാസഭയെ നശിപ്പിക്കാനുള്ള ബോംബുമായിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അനിയന്ത്രിതമായ ഉപയോഗം സന്യാസഭയുടെ ജീർണതയ്ക്കുള്ള ഗൗരവമേറിയ മറ്റൊരു കാരണമാണ്. സന്യാസഭയുടെ ജീർണതയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അത് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം, പ്രാർത്ഥനയില്ലായ്മയാണ്. പ്രാർത്ഥിക്കാനുള്ള സമയമില്ല എന്ന് ഞാൻ പറയത്തില്ല. അൽമാര മധ്യസ്ഥ വിശുദ്ധ തോമസ് മൂറിൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്, ഒരു സംഭവമുണ്ട്. അദ്ദേഹം വളരെ തിരക്കുള്ള ജോലിയുള്ള ആളാണ്, ഇംഗ്ലണ്ടിലെ ചാൻസലറായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് 5 മണി വരെ പ്രാർത്ഥിച്ചിട്ട് കുർബാനയ്ക്ക് പോയി തിരിച്ചു വരും. ഒരിക്കലും ഒരു സ്നേഹിത അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും തിരക്കുള്ള നിങ്ങൾ ഇപ്രകാരമൊക്കെ സമയം ചെലവഴിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്? അപ്പോൾ തോമസ് മൂർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അത്രയേറെ ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പല സന്യാസത്തിൽ നിന്ന് പരാതി പറയാനുള്ള വേണമെങ്കിൽ പറഞ്ഞേക്കാവുന്നത്, എനിക്ക് ജോലി തിരക്കാണ്. നിങ്ങൾക്ക് ജോലി തിരക്ക് കൂടുതലുണ്ടെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പ്രാർത്ഥന കുറയ്ക്കുകയല്ല, അതിൻ്റെ പേരിൽ പ്രാർത്ഥന കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഞാൻ സന്യസ്തരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, വേണമെങ്കിൽ അവർ സന്യാസത്തിൻ്റെ അവരുടെ ആ നിയമാവലിയൊക്കെ അനുസരിച്ച്, ഓരോ ദിവസത്തെയും ക്രമമൊക്കെ അനുസരിച്ച് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ അവർക്കുണ്ട്. ആ ഉള്ള സമയം ശരിക്കും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൂടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ആന്തരിക പ്രേരണയും സാഹചര്യവും ഒക്കെ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. എന്തൊക്കെ പറഞ്ഞാലും സന്യാസ ജീവിതങ്ങളെ, സന്യസ്തരെ ഇന്ന് ഒത്തിരിയേറെ ജീർണിപ്പിക്കുന്ന, പുറകോട്ട് കൊണ്ടുപോകുന്ന അടിസ്ഥാനപരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനയില്ലായ്മ തന്നെയാണ്. ഒന്നുകിൽ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയുടെ സമയം കുറയുന്നു, പ്രാർത്ഥനയുടെ ഗുണമേന്മ കുറയുന്നു. അപ്പോൾ പ്രാർത്ഥനാ കാര്യങ്ങളിലുള്ള വീഴ്ച സന്യാസ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വീഴ്ചയായിട്ട് നിലകൊള്ളുകയാണ്. അവസാനമായി ഞാൻ പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശോ എന്ന വ്യക്തിയോടുള്ള വ്യക്തിപരമായ സ്നേഹമില്ലായ്മ. ഹല്ലേലൂയ. ഏറ്റവും അടിസ്ഥാന പ്രശ്നം സന്യാസ ജീവിതത്തിൻ്റെ കാരണം സന്യാസ ജീവിതത്തിൻ്റെ കാതൽ, സന്യാസ ജീവിതത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് തന്നെ അവരുടെ മണവാളനായ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരെയും മണവാളൻ ഈശോയാണല്ലോ, മണവാളനായ ഈശോയോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധമാണ്. കുടുംബത്തിൽ വെച്ച് ഈശോയോടുള്ള സ്നേഹം ആരംഭിച്ചിട്ട് ആ സ്നേഹം തീവ്രതയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സന്യാസ സമൂഹത്തിലേക്ക് വന്നത്. അപ്പോൾ ആ ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനുള്ള താല്പര്യമില്ലായ്മ, ശ്രമമില്ലായ്മ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈശോയോടുള്ള
വ്യക്തിബന്ധത്തിലുള്ള കുറവ്, ആ സ്നേഹത്തിലുള്ള കുറവ്, അതാണ് സന്യാസ ജീവിതത്തിൻ്റെ ജീർണതയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇങ്ങനെ അടിസ്ഥാനപരമായ പല കാര്യങ്ങൾ ജീർണതയ്ക്കുണ്ട് എന്നിരിക്കെ ഈ കാര്യങ്ങളിലേക്കൊന്നും കാര്യമായി ശ്രദ്ധിക്കാതെ ഉപരിപ്ലവമായ മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ നവീകരണത്തിൻ്റെ വഴികൾ തേടുമ്പോൾ അടിസ്ഥാന പ്രശ്നം കിടക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സന്യാസിൻ്റെ സൗന്ദര്യം എന്നുള്ള ഈ പുസ്തകത്തിൽ ഈ വിഷയങ്ങളൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പരിഹാര വഴികളെക്കുറിച്ചെല്ലാം അവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം വാങ്ങാം. നേരത്തെ പറഞ്ഞതുപോലെ സന്യാസ സമൂഹങ്ങളിൽ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഏകദിന ശുശ്രൂഷകൾ നൽകുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിനെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ 3 ദിവസത്തെ ധ്യാനങ്ങൾക്കായും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച്, പരിശുദ്ധ പ്രേരണയനുസരിച്ച് അതൊക്കെ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണെങ്കിലും തിരുസഭയുടെ സൗന്ദര്യമായ സന്യാസം, ഞാൻ ഈ സന്യാസത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുന്നത് സന്യാസത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, നേരെ മറിച്ച് ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ്. അവിടുത്തെ തുടർച്ചയായ തിരുസഭയുടെ സൗന്ദര്യമാണ് സന്യാസം എന്നതുകൊണ്ടാണ്. കാരണം സന്യാസമാകുന്ന സൗന്ദര്യം അത് ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ തിരുസഭയുടെ തന്നെ സൗന്ദര്യം കുറഞ്ഞു പോകും. അതുകൊണ്ട് തിരുസഭയോടും ഈശോയോടുള്ള സ്നേഹമാണ് സന്യാസത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത്. അനേക സന്യസ്തർക്ക് കാര്യങ്ങൾ ശരിയായി ബോധ്യപ്പെട്ട് തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെയും തങ്ങളുടെ സന്യാസഭയും ആത്യന്തികമായ സന്യാസ സമൂഹങ്ങളെയും നവീകരിച്ച് തിരുസഭയുടെ സൗന്ദര്യം യഥാവധി ഉയർത്തി ഈശോയ്ക്ക് വലിയ മഹത്വം നൽകുവാൻ ഈ ശുശ്രൂഷ കാരണമായി തീരുന്ന പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ സമർപ്പിതരെയും സന്യസ്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.